ശ്രദ്ധിച്ചോ? നിലവിലെ സ്പീക്കർ ജി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രോട്ടം സ്പീക്കറാണ്. ഷാനിമോളുസ് അല്ല, ജി സുധാകരൻ. ഏത് മണ്ഡലം? ജി സുധാകരൻ അമ്പലപ്പുഴ. നിലവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഏത് മണ്ഡലം? കോട്ടയം. എത്രാമത്തെ സ്പീക്കർ? 25ാമത്തെ സ്പീക്കർ. കേരളത്തിലെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം 140. 16ാം നിയമസഭയാണ് ഇപ്പോഴത്തത്. 16ാം നിയമസഭയിലെ വനിതാ അംഗങ്ങൾ എത്ര? 11 പേര്. 16 നിയമസഭയിലെ വനിതാ മന്ത്രിമാര് 2 പേര്. ആരൊക്കെയാണ്? ബിന്ദു കൃഷ്ണൻ, തുളസി. എവിടെ നിന്നാ? ബിന്ദു കൃഷ്ണ കോട്ടയത്തെ കൊല്ലം മണ്ഡലം. മെയിൻ കൊല്ലം. ഓക്കെ. തുളസി ആണെങ്കിൽ പാലക്കാട് ജില്ലയിലെ കൊങ്ങാട്. അതാണ് കൊങ്ങാട്. ഓക്കെ. അത് പാലക്കാട് എംപിയുടെ ഭാര്യ. എംപിയുണ്ട്, മന്ത്രിയുണ്ട്. അടിപൊളി. അടിപൊളി. പുള്ളി ടീച്ചറാണ്, കോളേജ് പ്രൊഫസറാണ് ഈ തുളസി. ഓക്കെ. ഹരിപ്പാട് ആരുടെ മണ്ഡലമാണ്? ഓക്കെ. പേരാവൂർ ആരുടെ മണ്ഡലമാണ്? പേരാവൂർ കണ്ണൂർ ജില്ലയാണ്. പേരാവൂർ സണ്ണി ജോസഫ്. ഓക്കെ. വട്ടിയൂർക്കാവ് ആരുടെ മണ്ഡലമാണ്? മുരളീധരൻ. ഓക്കെ. അടുത്ത് വണ്ടൂര് ആരുടെ മണ്ഡലം? വണ്ടൂര് മലപ്പുറം ജില്ല. വണ്ടൂരാണ്. അല്ല, AP അനിൽകുമാർ. കുണ്ടറ ആരുടെ മണ്ഡലം? കുണ്ടറ PC വിഷ്ണുനാഥ്. കായംകുളം ആരുടെ മണ്ഡലം? കായംകുളം M ലിജു. ആലപ്പുഴ ജില്ലയാണ് കായംകുളം. M ലിജു. അങ്കമാലി ആരുടെയാണ്? അങ്കമാലി റോജി എം ജോൺ. ഓക്കെ. കൽപ്പറ്റ ആരുടെയാണ്? കൽപ്പറ്റ വയനാട് സിദ്ദിഖ്. അടുത്ത് കൊങ്ങാട് നമ്മൾ നേരത്തെ പറഞ്ഞു, തുളസി. ഓക്കെ. അടുത്ത് കൊല്ലം ബിന്ദു കൃഷ്ണ. ഓക്കെ. അടുത്ത് കൊടുങ്ങല്ലൂർ ജനീഷ്. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിസഭയിലെ 16ാം മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ, എന്നാൽ 16ാം നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA തോമസ് ഉണ്ട്. നമ്മള് മന്ത്രിമാരും വകുപ്പും പറഞ്ഞില്ലല്ലോ. ഇല്ല, അത് നോക്കാം. മലപ്പുറം PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറം മണ്ണാർക്കാട് ശംസുദ്ദീൻ. അത് വിദ്യാഭ്യാസ മന്ത്രി. വേങ്ങര ആരുടെയാണ്? KM ഷാജി. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താ പറയുക, 13ാം നമ്പർ വണ്ടി എടുത്ത തദ്ദേശ സ്വയംഭരണ മന്ത്രി. വാർത്ത വന്നുകൊണ്ട് എപ്പോഴും തോറ്റു. അത് മറ്റേ ഡെവിൾസ് നമ്പർ അല്ലേ? ഓക്കെ. ഏറനാട് PK ബഷീർ. കടുത്തുരുത്തി മോൻസ് ജോസഫ്. കടുത്തുരുത്തി മോൻസ് ജോസഫ്. പിറവാണെങ്കിലോ? പിറവ അനൂപ് ജേക്കബ്. ചവറ ഷിബു ബേബി ജോൺ. അടുത്ത് തിരുവനന്തപുരത്ത് മറ്റേ ഗതാഗതം CP ജോൺ. ഏറ്റവും കൂടുതൽ മന്ത്രികൾ സംഭാവന ചെയ്ത ജില്ല കൊല്ലം. 2ാം സ്ഥാനം തിരുവനന്തപുരം. മന്ത്രിമാരെ നോക്കാം. വ്യവസായവും IT-യും കുഞ്ഞാലിക്കുട്ടി. കേരളത്തിലെ ആദ്യത്തെ AI മന്ത്രി. മന്ത്രിയല്ല, AI വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കുഞ്ഞാലിക്കുട്ടി. ആഭ്യന്തര വിജിലൻസ് കയറ്. അതായത് കയറ് പിടിക്കാനുള്ള കാരണം ആലപ്പുഴക്കാരനായതുകൊണ്ട്. ഏത് മണ്ഡലം? ആലപ്പുഴ സ്പീക്കറിന്റെ. ഓക്കെ. അടുത്ത് വൈദ്യുതി പരിസ്ഥിതി പാർലമെന്റ് കാര്യം സണ്ണി ജോസഫ്. ഓക്കെ. മുരളീധരൻ ആരോഗ്യം ദേവസ്വം. മോൻസ് ജോസഫ് ജലവിഭവം ജലസേചനം. അടുത്ത് വനം വന്യജീവി ഷിബു ബേബി. ഭക്ഷ്യം സിവിൽ സപ്ലൈസ് അനൂപ് ജേക്കബ്. ഗതാഗതം CP ജോൺ. റവന്യൂ AP അനിൽകുമാർ. പൊതുവിദ്യാഭ്യാസം M ശംസുദ്ദീൻ. വിഷ്ണുനാഥ് ടൂറിസം സാംസ്കാരികം. റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസം. അടുത്ത് തൊഴിൽ വനിതാ ശിശുക്ഷേമം ബിന്ദു കൃഷ്ണ. എക്സൈസ് സഹകരണം M ലിജു. അടുത്ത് തദ്ദേശ സ്വയംഭരണം KM ഷാജി. പൊതുമരാമത്ത് PK ബഷീർ. ഫിഷറീസ് സാമൂഹ്യ നിധി അബ്ദുൽ ഗഫൂർ. കൃഷി
കൃഷി സിദ്ദിഖ്. അടുത്ത പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക തുളസി. അടുത്ത കായിക യുവജനക്ഷേമം ജനീഷ്. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് ജനീഷ്. മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞത്. കുറച്ച് കാർഷിക വിപ്ലവം, ഓ, പിന്നെ ധവള വിപ്ലവം, പാൽ, നീല വിപ്ലവം, മത്സ്യം, മത്സ്യം, പിങ്ക് വിപ്ലവം, ചെമ്മീൻ, ഔഷധം, മഞ്ഞ വിപ്ലവം, എണ്ണക്കുരു, എണ്ണക്കുരു, മഴവിൽ വിപ്ലവം, പച്ചക്കറി, പച്ചക്കറി, ബ്രൗൺ വിപ്ലവം, ലെതർ, ഗ്രേ വിപ്ലവം, ഗ്രേ വളം. അപ്പൊ കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമമാണ് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കഴ്സൺ പ്രഭു അല്ലെ, ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ചർച്ചിൽ അല്ലെ. ഗാന്ധിജി വെറും ഒരു മനുഷ്യനല്ല, ഒരു പ്രതിഭാസമാണ്. ഇത്രയേറെ നന്മകൾ ഒരാളിൽ ഉണ്ടാവുന്നത് അപകടമാണ്. ജോർജ് ബെർണാഡ് ഷാ. ഞാൻ പോയാൽ അദ്ദേഹം എന്റെ ഭാഷ. നെഹ്റു. ആരെ കുറിച്ച് പറഞ്ഞു? ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞു അല്ലെ. നല്ലവനായി ജീവിക്കുക എന്നത് എത്രയോ അപകടകരമാണ് അല്ലെ. ഇതിപ്പോ തെളിഞ്ഞിരിക്കുന്നു. ഗാന്ധിജി മരിച്ച സമയത്ത് പറഞ്ഞാണ്. ആരാ? ആൽബർട്ട് ഐൻസ്റ്റീൻ. വേറെന്ന് പറഞ്ഞാൽ രക്തമാംസങ്ങളിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് ജവഹർലാൽ നെഹ്റു. ആരെയാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് ആരെയാണ് വിശേഷിപ്പിച്ചത്? വിൻസ്റ്റൺ ചർച്ചിൽ. നെഹ്റുവിനെ ഋതുരാജ് എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചു. ഗാന്ധിജിയാണ് എന്റെ ഗുരുനാഥൻ. രവീന്ദ്രനാഥ് ടാഗോറിനെ വിശേഷിപ്പിച്ചു. എന്റെ ഗുരുനാഥൻ എന്ന് രവീന്ദ്രനാഥ് ടാഗോറിനെ വിശേഷിപ്പിച്ചു. നെഹ്റു. ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരൻ എന്ന് രവീന്ദ്രനാഥ ടാഗോറിനെ വിശേഷിപ്പിച്ചു. ഗാന്ധിജി. ഇതെന്തോ ഒന്നുകിൽ ഗാന്ധിജി അല്ലെങ്കിൽ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്. അശാന്തിയില്ലേ മറാത്ത കേസരി. ഇന്ത്യയുടെ ഉരക്കു മനുഷ്യൻ ബിസ്മാർക്ക്. സർദാർ വല്ലഭായ് പട്ടേൽ തന്നെ. ഇന്ത്യയുടെ മഹാമാന്യ തിലക്. മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ ഷഹീദ് അസം. സുഭാഷ് ചന്ദ്രബോസ്. വീർ ഷഹീദ് ഭഗത് സിംഗ്. ഷഹീദ് അസം ഭഗത് സിംഗ്. ഭാരത ഗോകുലം അറിയാലോ. സരോജിനി നായിഡു. ഭാരത ഗോകുലം. സരോജിനി നായിഡു. പഞ്ചാബ് സിംഹം. ലാലാ ലജ്പത് റായ്. ലാത്തി ചാർജിൽ മരണപ്പെടുന്ന വ്യക്തി ലാലാ ലജ്പത് റായ്. ആ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത അംഗവൈകല്യം സംഭവിച്ചിരുന്നു പറഞ്ഞതാണ്. അന്നും പറഞ്ഞതാണ്. പാവനാറിലെ സന്യാസി. പാവനാറിലെ സന്യാസി. ഭൂദാന പ്രസ്ഥാനം 1951. ദക്ഷിണേശ്വരത്തെ സന്യാസി. ദക്ഷിണേശ്വരത്തെ സന്യാസി. ദക്ഷിണേശ്വരൻ അറിഞ്ഞൂടാ. രാമകൃഷ്ണ പരമഹംസ. ബോംബെ സിംഹം ഫിറോസ് ഷാ മേത്ത. ബോംബെ സിംഹം ഫിറോസ് ഷാ മേത്ത. ബംഗാൾ കടുവ. അറിയാലോ. ഗാംഗുലി. ബംഗാൾ കടുവ ബിപിൻ ചന്ദ്ര. മൈസൂർ കടുവ രാജാജി എന്നറിയപ്പെടുന്നു. ഒന്നുകൂടാ. അഭിഭക്ത ഇന്ത്യയുടെ പിതാവ്. അവിഭക്ത ഇന്ത്യയുടെ പിതാവാ നെഹ്റു. സിനിമാ നടനാണ്. ബാലഗംഗാധരത്തിലെ അഭിഭക്ത ഇന്ത്യയുടെ പിതാവ്. സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രം സൂര്യൻ. സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നു സൂര്യൻ. സ്വയം കത്തി ജ്വലിക്കുന്നത് സൂര്യൻ. ചുറ്റും വലയങ്ങളുള്ള ഗ്രഹം.
സാറ്റേൺ ചുറ്റും വലയങ്ങളുള്ളത് ശനി. 30-ലധികം ഉപഗ്രഹങ്ങൾ ഏതിനുണ്ട്? ശനിക്കുണ്ട്. ഓക്കെ, വലിപ്പത്തിൽ എത്ര സ്ഥാനമാണ് ശനിക്ക്? രണ്ടാം സ്ഥാനം. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം. ഓക്കെ, ഏറ്റവും വലിയ ഉപഗ്രഹം, ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ. സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷം എടുക്കുന്ന ഗ്രഹം യുറാനസ്. സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷം എടുക്കുന്ന ഏതാണ്? യുറാനസ് ആണ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. സൂര്യനെ വലം വയ്ക്കാൻ 12 വർഷം എടുക്കുന്നത് വ്യാഴവട്ടം. ഓക്കെ, ചുവന്ന പൊട്ട് കാണപ്പെടുന്നത് ശനി. ചുവന്ന പൊട്ട് കാണപ്പെടുന്നത് വ്യാഴത്തിൽ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. ഏറ്റവും ചൂടുള്ള ഗ്രഹം ശുക്രൻ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ശുക്രൻ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ശുക്രൻ. ഭൂമിയുടെ ഇരട്ടാന്നറിയപ്പെടുന്നു ശുക്രൻ. സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറാണ്. ഏത്? ശുക്രൻ. ഓക്കെ, ഭ്രമണം എങ്ങോട്ടാണ്? കിഴക്ക് നിന്ന് പടിഞ്ഞാറ്. ഓക്കെ, 2 ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ചൊവ്വ. ഒരു ഉപഗ്രഹമുള്ള ഗ്രഹം ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ഏതാണ്? ബുധൻ. ഉപഗ്രഹങ്ങളില്ലാത്തത് ശുക്രന് ഉപഗ്രഹങ്ങളില്ല കേട്ടോ. ശുക്രൻ ഉപഗ്രഹങ്ങളില്ല. ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. സൂര്യനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ബുധൻ. സൂര്യനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ബുധൻ. വലിപ്പത്തിൽ 5-ാം സ്ഥാനം ഭൂമി. വലിപ്പത്തിൽ 5-ാം സ്ഥാനം ഭൂമി. വലിപ്പത്തിൽ 4-ാം സ്ഥാനം നെപ്റ്റ്യൂൺ. വലിപ്പത്തിൽ 4-ാം സ്ഥാനം നെപ്റ്റ്യൂൺ. 164 വർഷം എടുക്കും സൂര്യനെ ചുറ്റി വരാൻ. നെപ്റ്റ്യൂൺ 164 വർഷം. 84 വർഷം ഓക്കെ. സൂര്യനെ ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത എന്തെന്ന് അറിയപ്പെടും? ഓർബിറ്റ് അല്ലെങ്കിൽ ഭ്രമണപഥം അതോ ഓർബിറ്റ്. ഗ്രഹങ്ങളെ വലം വെക്കുന്ന ഗോളങ്ങൾ അറിയപ്പെടുന്നതാണ്. ഗ്രഹങ്ങളെ വലം വെക്കുന്ന ഉപഗ്രഹങ്ങൾ സാറ്റലൈറ്റ്. ഓക്കെ, ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ഉപഗ്രഹമാണ് സൗരയൂഥത്തിലെ ശയന പ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം. സൗരയൂഥത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം യുറാനസ്. ഓക്കെ, സൗരയൂഥത്തിൽ ഉരുളുന്ന ഗ്രഹം യുറാനസ്. ഓക്കെ, അടുത്ത് IAU നിബന്ധനകൾ പാലിക്കാത്ത ഗ്രഹങ്ങൾ അറിയപ്പെടുന്നത് കുള്ളൻ ഗ്രഹങ്ങൾ. ഡാർക്ക് പ്ലാനറ്റ്. അതിലാണ് പ്ലൂട്ടോ. പ്ലൂട്ടോയ്ക്ക് ഗ്രഹ പദവി നഷ്ടമായത് 2006 ഓഗസ്റ്റ്. ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങൾ അറിയപ്പെടുന്നു ക്ഷുദ്രഗ്രഹം. ആസ്ട്രോയിഡ്. ഇംഗ്ലീഷ് ആസ്ട്രോയിഡ് ക്ഷുദ്രഗ്രഹം. ഓക്കെ, ഉദാഹരണം ഐഡ. ഓക്കെ, അടുത്ത് പ്രമേഹ രോഗികൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്ന പരിപാടി ഏതാണ്? മയോമധുരം. പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്നത് മയോമധുരം. ഇനി നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുണ്ട്. മൃതസഞ്ജീവനി. ബ്രാൻഡ് അംബാസഡർ മോഹൻലാൽ. അപ്പൊ മൃതസഞ്ജീവനി എന്താണ്? അവയവദാന പരിപാടി. ആരാണ് ബ്രാൻഡ് അംബാസഡർ? മോഹൻലാൽ. ഇനി കേരള സർക്കാരിന്റെ തന്നെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുണ്ട്. ക്യാൻസർ സുഹൃതം. അതിന്റെ ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടി. സൗജന്യ ക്യാൻസർ സുഹൃതവും അതിന്റെ ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടി. ഇനി കേരളത്തിലുള്ള വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുള്ള പരിപാടി ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. എന്താണ് ലഹരി മുക്തം? ലഹരിയല്ലേ? ലഹരി മുക്തമായിട്ട് ബന്ധപ്പെട്ട് കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. ഇപ്പൊ കേരളത്തിലുള്ള നാർക്കോട്ടിക് ഹണ്ട്. പണ്ട് ചെന്നിത്തലയുടെ സമയത്താണ് ഓപ്പറേഷൻ കുബേര. ഇപ്പൊ കേരള വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ഇനി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ് കേട്ടോ. അപ്പൊ എന്താണ് ആവാസ്? ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. അശ്വമേധം ഏത് രോഗമായിട്ട് ബന്ധപ്പെട്ടതാണ്?
കുഷ്ഠം. അശ്വമേധം കുഷ്ഠമാണ്. ഒരു നമ്പർ ചോദിക്കാം. ജനിച്ച ഉടനെ കുഞ്ഞിന് നൽകുന്ന കുത്തിവയ്പ് BCG ആണ്. BCG ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതാണ് BCG. കാർഷിക കൃഷി രീതി അല്ലെ ശാസ്ത്രീയ കൃഷി രീതികൾ നമുക്ക് പുഷ്പ കൃഷി ആണെങ്കിലോ ഫ്ലോറിക്കൾച്ചർ, മത്സ്യകൃഷി പിസിക്കൾച്ചർ, തേനീച്ച വളർത്തൽ എപ്പിക്കൾച്ചർ, പട്ടുനൂൽപ്പുഴു സെറികൾച്ചർ, പക്ഷി വളർത്തൽ എവികൾച്ചർ, മുയൽ വളർത്തൽ ക്യൂണിക്കൾച്ചർ, കുമിൾ വളർത്തൽ ഫംഗികൾച്ചർ, മുന്തിരി കൃഷി വിറ്റികൾച്ചർ, പച്ചക്കറി ഒലേരി പച്ചക്കറി ഒലേരിക്കൾച്ചർ, അലങ്കാര വൃക്ഷങ്ങളുടെയും ശാസ്ത്രീയ പരിപാലനം അത് നമ്മളിത് അല്ലാതെ പറഞ്ഞില്ല. ഇത് അർബോറിക്കൾച്ചർ ഒന്നുകൂടെ പറയാം. പുഷ്പകൃഷി ഫ്ലോറി, മത്സ്യകൃഷി പിസി, തേനീച്ച എപ്പി, പട്ടുനൂൽപ്പുഴു പക്ഷി വളർത്തൽ എവികൾച്ചർ, മുയൽ കുമിൾ ഫംഗസ് ആണ് ഫംഗികൾച്ചർ, മുന്തിരി വിറ്റികൾച്ചർ, പച്ചക്കറി കൃഷി ഒലേരി, അലങ്കാര വൃക്ഷങ്ങളുടെ ശാസ്ത്രീയ പരിപാലനം അർബോറിക്കൾച്ചർ. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ കോശം ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡം. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡം. ഏറ്റവും വലിയ കോശം ഒട്ടക പശുവിടെ മുട്ട. ഇനി മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ബീജകോശം. അപ്പൊ ഏറ്റവും വലിയ കോശം അണ്ഡം, ഇനി ചെറുത് ബീജകോശം. ഇനി മനുഷ്യരത്തിലെ നീളമേറിയ കോശം നാഡീകോശം. നീളമേറിയ കോശം നാഡീകോശം. ഏറ്റവും കൂടുതൽ ആയുസുള്ള കോശം നാഡീകോശം. മനുഷ്യരത്തിലെ ഏറ്റവും നീളമേറിയതും ഏറ്റവും കൂടുതൽ ആയുസുള്ളതും ഏതിനാണ്? നാഡീകോശത്തിലാണ്. മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ആരുടെ രക്താണുക്കളാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ 120 ഡേയ്സ്. അപ്പൊ മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ചോദിച്ചാൽ ആരുടെ രക്താണുക്കളാണ്. ഏറ്റവും കൂടുതൽ ആയുസുള്ള കോശവും ഏതാണ്? അരുണ രക്താണുക്കളാണ്. ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം ചോദിച്ചാൽ അരുണ രക്താണുക്കളാണ്. എത്ര ദിവസമാണ്? 120 ദിവസമാണ് കേട്ടോ. 120 ദിവസമാണ്. നമ്മുടെ IFSC കോഡിൽ എത്ര നമ്പറുണ്ട്? IFSC കോഡ് 9ആണോ? 11. ആധാർ കാർഡ് 12. പാൻ കാർഡിൽ എത്ര? പാൻ കാർഡ് ഞാൻ പറയാം. DSCPA 96 62 അപ്പൊ IFSC കോഡില് 11, ആധാർ കാർഡിൽ 12, പാൻ കാർഡിൽ 10. GSTയിൽ എത്ര നമ്പർ? GSTയിൽ എത്ര നമ്പർ ഉണ്ടെന്നാ? GST നമ്പർ ഉണ്ട്. GST നമ്പർ 15. GST നമ്പർ 15. കുറച്ച് കമ്മീഷനോട് ചോദിക്കാം. ലക്കടാവാല കേട്ടാ അറിയാലോ. ദാരിദ്ര്യം. BN ശ്രീകൃഷ്ണൻ തെലങ്കാന രൂപീകരിച്ചു. ജസ്റ്റിസ് AS ആനന്ദ് അടകിൽ അടുത്ത് ഉയർന്നു വരാൻ പോണ വിഷയം മുല്ലപ്പെരിയാർ. AS ആനന്ദ് മഴ വരുമ്പോ വരുന്നു, മഴ പോകുമ്പോ പോകുന്നു. കമ്മീഷൻ സച്ചാർ കേട്ടുണ്ട്. വിദ്യാഭ്യാസം മുസ്ലിം മണ്ഡൽ കമ്മീഷൻ മണ്ഡൽ വിദ്യാഭ്യാസം പിന്നാക്ക സമുദായം കോത്താരി രാമകൃഷ്ണ മുതലിയാർ കോത്താരി. പിന്നെ 48 ലിബറാൻ കമ്മീഷൻ അറിയാലോ. അതിന് വേണ്ട. അയോധ്യ അതിന് വേണ്ട. വിവിധ ഇനം പരാഗണം. മൃഗങ്ങൾ വഴിയുള്ള പരാഗണം സൂഫിലി. പ്രാണികൾ വഴിയുള്ള പരാഗണം എന്റമോഫിലി. അടുത്ത് പക്ഷികൾ വഴിയുള്ള, അതിൽ നിന്ന് തന്നെ പക്ഷിശാസ്ത്രജ്ഞ ഓർണിത്തോഫിലി. അടുത്ത് ജലം വഴിയുള്ള പരാഗണം ഹൈഡ്രോഫിലി. കാറ്റ് വഴിയുള്ള അനിമോഫിലി. കാറ്റിനെ കുറിച്ചുള്ള പഠനം അനിമോളജി. അപ്പൊ അനിമോളജി അത് കണക്ട് ചെയ്ത് കിട്ടും. അടുത്ത് പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന സസ്യം ചേന. സൂര്യകാന്തി. പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന സസ്യം ചോദിച്ചാൽ സൂര്യകാന്തി. വവ്വാല് വഴി പരാഗണം നടത്തുന്ന സസ്യം വാഴ. കേട്ടോ. ഒച്ചുകൾ വഴി പരാഗണം നടത്തുന്നത് ചേമ്പ്. ഒച്ച് ചേമ്പ്. കേട്ടോ. വാനിലയുടെ ജന്മദേശം വാനിലയുടെ ജന്മദേശം തെക്കേ അമേരിക്ക. വാനിലയുടെ ജന്മദേശം തെക്കേ അമേരിക്ക. സീറോ കണ്ടുപിടിച്ചത് ഇന്ത്യക്കാര്. സീറോ കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത്
ഭൂമിയിലെ ഏറ്റവും കുഷ്ഠം ഏറ്റവും കുറഞ്ഞ പകർച്ച നിരക്കുള്ള സാംക്രമിക രോഗം ഏതാണ്? കുഷ്ഠമാണ് കേട്ടോ. ഈ എബോള ഇപ്പൊ പരന്നുകൊണ്ടിരിക്കുകയാണ്. എബോള കൊച്ചി വിമാനത്താവളമൊക്കെ 24 മണിക്കൂർ ആക്കിയിട്ടേക്കാണ്. അപ്പൊ ഈ എബോള രോഗം മനുഷ്യരിലേക്ക് എത്തിയ വർഷം 1976 എബോള ഇപ്പൊ പരക്കുന്നത് കൊണ്ട് മിക്കവാറും 76 കേട്ടോ. അപ്പൊ എബോള മനുഷ്യരിലേക്ക് എത്തിയ വർഷം എന്താണ്? ഈ എബോളയുടെ രോഗകാരി ഏതാണ്? ബാക്ടീരിയ ആണോ വൈറസ് ആണോ എന്താണ്? വൈറസ് ആണ് കേട്ടോ. അപ്പൊ എബോള വൈറസ് എന്നല്ലേ നമ്മള് പറയണ. അപ്പൊ കോവിഡ് വൈറസ് ഇപ്പൊ ഈ കൊറോണ ബാധിക്കുന്ന ആദ്യമായി റിപ്പോർട്ട് ചെയ്ത നഗരം ചൈനയിലെ വുഹാൻ. ഈ കൊറോണ എവിടെയാണ് ബാധിക്കുന്നത് അത് പറഞ്ഞു. കൊറോണ ശ്വാസകോശത്തിനാണ് ബാധിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കൊറോണ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ആ സമയത്തൊക്കെ ഭയങ്കര സംഭവിക്കുന്നു. കിരീടം. കൊറോണ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം കിരീടമാണ്. ബാധിക്കുന്ന അവയവം ശ്വാസകോശം. ഈ ചൈനയിലെ വുഹാനിലാണല്ലോ. അപ്പൊ ഇത് എന്നാണ് ആദ്യം അവിടെ റിപ്പോർട്ട് ചെയ്തതെന്ന് അറിയാവോ? 2019 ലാസ്റ്റ് ഡിസംബർ 31-നാണ്. 2019 ഡിസംബർ 31-നാണ് ചൈനയിലെ വുഹാനിൽ ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിലെ ഈ നോവൽ കൊറോണ റിപ്പോർട്ട് ചെയ്ത ആദ്യ സംസ്ഥാനം സംസ്ഥാനമോ? അല്ല കോഴിക്കോട് നിപ്പയാണ് അല്ലേ? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? കോവിഡ് മരണം ഇന്ത്യയിലാണ്. അല്ല, കോവിഡ് മരണം കേരളത്തിൽ നമുക്ക് ഇവിടെ കണ്ടെത്തിയതേ ഉള്ളൂ. മരണം കർണാടകയിലെ കൽബുർഗിയിലാണ് കേട്ടോ. കൽബുർഗി, കർണാടക. മരണം അപ്പൊ കോവിഡ് ആയിട്ടുള്ള ആദ്യ ഇന്ത്യയിലുള്ള മരണം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൽബുർഗി, കർണാടകയാണ്. ഇനി ഈ കൊറോണ എന്ന് പറഞ്ഞൊരു നഗരമുണ്ട്. എവിടെയാണ്? US-ലാണ്. US-ലെ കാലിഫോർണിയയിലാണ് കേട്ടോ. US-ലെ കാലിഫോർണിയ. അപ്പൊ കൊറോണ എന്ന പേരുള്ള നഗരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കാലിഫോർണിയാണ് കേട്ടോ. എയ്ഡ്സ് കണ്ടുപിടിച്ചത് ആരാണ്? എയ്ഡ്സ് വൈറസിനെ കണ്ടുപിടിച്ചത് ലുക്ക് മൊണ്ടൈനർ ആണ്. എയ്ഡ്സിന്റെ നമ്മൾ ഡിസംബർ 1 സിൻഡ്രോം അതിന്റെ വൈറസ് ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. ഡിസംബർ 5 മണ്ണ് വർഷം 2015. ഈ എയ്ഡ്സ് തിരിച്ചറിയാൻ വേണ്ടി നടത്തുന്ന പ്രാഥമിക പരീക്ഷ ഏതാണ്? എലിസയുടെ ഫുൾ ഫോം അറിയാമോ? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസ്സേ. അപ്പൊ ഈ എലിസ ടെസ്റ്റ് എന്തിനാണ്? അത് പ്രാഥമികം, അതായത് എയ്ഡ്സ് തിരിച്ചറിയാനുള്ള പ്രാഥമികമാണ് കേട്ടോ. സ്ഥിരീകരിക്കുന്ന ടെസ്റ്റ് ഏതാണ്? എയ്ഡ്സ് അല്ല, വെസ്റ്റേൺ ബ്ലോട്ട് ആണ് സ്ഥിരീകരിക്കുന്നത്. അപ്പൊ പ്രാഥമിക ടെസ്റ്റ് ആണ് എലിസയും. ഇനി അത് സ്ഥിരീകരിക്കുന്നതാണ് വെസ്റ്റേൺ ബ്ലോട്ട്. അപ്പൊ എയ്ഡ്സ് എവിടെയാണ് ബാധിക്കുന്നത് നമ്മൾ പറഞ്ഞു? രോഗപ്രതിരോധം. ഈ എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അമേരിക്ക എന്നാണെന്ന് അറിയാമോ? ചെന്നൈ തന്നെ ആയിരിക്കും. എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത അമേരിക്ക. വർഷം കൂടെ ഓർക്കണേ. അതിന്റെ 81 കേട്ടോ. 1981 ഒരു പരിസ്ഥിതി ദിനത്തിന് 1981 ജൂൺ 5. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാട്ടില് ചെന്നൈ. സംസ്ഥാനം സുനിധി സോളമനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ച ഡോക്ടറാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ച ഡോക്ടറാണ് സുനിധി സോളമൻ. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? പത്തനംതിട്ട. കേരളത്തിൽ ആദ്യമായിട്ട് എവിടെയാണ്? പത്തനംതിട്ടയാണ് കേട്ടോ. പത്തനംതിട്ട. ഈ തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയെ പറയുന്ന പേരെന്താണ്? ആർട്ടാണ്. അപ്പൊ എന്താണ്? തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നടത്തുന്ന പരിപാടിയാണ് ആർട്ടാണ് കേട്ടോ. കർഷക ദിനം 1 ദേശീയ കർഷക ദിനം ഡിസംബർ 23. ആരുടെ ജന്മദിനം? മറ്റേ അങ്ങനെ പർവ്വത ദിനം ഡിസംബർ 11. ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല? ആലപ്പുഴയാണ്. കാവുകൾ ഏറ്റവും കൂടുതലുള്ള എവിടെയാണ്? ആലപ്പുഴ. കമ്മാടം കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? കമ്മാടം കാവ് കാസർഗോഡാണ്. കാസർഗോഡ്. വിയപുരമാണ് അവിടുത്തെ റിസർവ്. പിന്നെ ഈ ശബ്ദ തീവ്രത ഡെസിബൽ ആവൃത്തിയാണെങ്കിൽ
കപ്പാസിറ്റൻസ് ആണെങ്കിൽ ഫാരഡ് കപ്പാസിറ്റൻസ് ഫാരഡ്. ആണെങ്കിൽ വൈദ്യുതധാര ഡെസിബൽ അപ്പൊ കപ്പാസിറ്റൻസ് ഫാരഡ് ശബ്ദ തീവ്രതയാണെങ്കിൽ ഡെസിബൽ ആവൃത്തിയാണെങ്കിൽ ഹെഡ്സ് വൈദ്യുതധാരയാണെങ്കിൽ അതാണ് ഇൻഡക്ടൻസ് കാൻഡില ഹെൻറി 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 ഇൻഡക്ടൻസ് അടങ്ങുന്ന ഹെൻറി ഇലൂമിനൻസ് കാന്തിക ഫ്ലക്സ് ബലം ന്യൂട്ടൺ ലെൻസിന്റെ പവർ ഡയോഡ് ലൂമിനസ് ഇന്റൻസിറ്റി ലൂമിനസ് ഇന്റൻസിറ്റി റേഡിയോ ആക്ടിവിറ്റി നക്ഷത്രങ്ങളുടെ ദൂരം അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന താപനില തെർമോമീറ്റർ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത ഹൈഡ്രോമീറ്റർ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ദൂരം സ്പീഡോമീറ്റർ അല്ല എക്കോമീറ്റർ സഞ്ചരിക്കുന്ന ദൂരം അളക്കുന്നത് ഓഡോമീറ്റർ. കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ജൈവ കൃഷിയുടെ ഒരു ലേഡിയാണ്, മഞ്ജു വാര്യർ. കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ ആണ് മഞ്ജു വാര്യർ. കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസിക കേരള കർഷകൻ. കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസികയാണ് കേരള കർഷകൻ. കേരള കർഷകൻ. കുറച്ച് അപര്യാപ്തത രോഗങ്ങളാണ്. ഓക്കെ. ജീവകം A1 നിശാന്തത നിശാന്തത. ജീവകം A2 അപ്പൊ നിശാന്തതായിരിക്കും. മാലക്കണ്ണ് അതിന്റെ വേറെ പേര് മാലക്കണ്ണ്. നിങ്ങൾക്കുള്ളത് നിശാന്ത. ഏറ്റവും സിറോഫ്താൽമിയ. B1 B3 പെല്ലഗ്ര B9 ആണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. B12 അത് പെർനീഷ്യസ് അനീമിയ. വൈറ്റമിൻ C ഡി ആണ് കണ. ജീവകം E വന്ധ്യത. ജീവകം K ആണ് രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ. പന്നിയൂർ എന്താണ്? പന്നിയൂർ മറ്റേ കുരുമുളകാണ്. കുരുമുളക്. പവിത്ര ഹ്രസ്വ അന്നപൂർണ ഇതാണോ? നെല്ല്. പവിത്ര ഹ്രസ്വ അന്നപൂർണയ്ക്ക്